പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗ് ഇന്ന് ചേരും. NDA സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. ബജറ്റിൽ അവഗണന എന്നാരോപിച്ച് ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ യോഗം ബഹിഷ്കരിക്കുമെന്നാണ് വിവരം. എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബജറ്റിൽ കടുത്ത വിവേചനം കാണിച്ചുവെന്ന് തന്നെയാണ് തന്റെയും അഭിപ്രായമെന്ന് വ്യക്തമാക്കിയ മമത, നീതി ആയോഗിൽ പങ്കെടുക്കുന്നത് നേരത്തെ തീരുമാനിച്ചതിനാലാണെന്നും പറയുന്നുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയത്തിനെതിരെ താൻ യോഗത്തിൽ പങ്കെടുത്ത വിമർശനം ഉന്നയിക്കുമെന്നും മമത തുറന്നടിച്ചു. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള തന്ത്രങ്ങളാണ് പ്രാഥമിക ശ്രദ്ധ. പങ്കാളിത്ത ഭരണം വളർത്താനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും ഈ യോഗം ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം 2023 ഡിസംബറിൽ നടന്ന ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനത്തിൽ നിന്നുള്ള ശുപാർശകൾ യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കും. കുടിവെള്ളം, വൈദ്യുതി, ആരോഗ്യം, സ്കൂൾ വിദ്യാഭ്യാസം, ഭൂമി, സ്വത്ത് മാനേജ്മെന്റ് എന്നിവയാണ് പ്രധാന മേഖലകൾ. ഈ ചർച്ചകൾ രാജ്യത്തുടനീളമുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പങ്കാളിത്ത ഭരണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ ഇടപെടലുകളുടെ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗ്രാമ നഗര ജനസംഖ്യയുടെ ജീവിത നിലവാരം ഉയർത്താനും യോഗം ലക്ഷ്യമിടുന്നു. ഇതാണ് നീതി ആയോഗ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. വികസിത് ഭാരത് അറ്റ് 2047 കൈവരിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് ഉൾക്കൊള്ളും. അടുത്ത 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുന്നതിന് ആവശ്യമായ നടപടികൾ ഈ ദർശന രേഖയിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യ സുപ്രധാനമായ സാമ്പത്തിക നാഴികക്കല്ലുകൾ കൈവരിക്കാനുള്ള പാതയിലാണെന്ന് സർക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഈ യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന തന്ത്രങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ ഇന്ത്യക്ക് അതിന്റെ മഹത്തായ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ വികസിത ലക്ഷ്യങ്ങൾക്കായി വ്യക്തമായ പാത ഒരുക്കുന്നതിൽ ഗവേണിംഗ് കൗൺസിൽ യോഗം നിർണായകമാകും. അടിസ്ഥാന സൗകര്യങ്ങളും പൊതുസേവനങ്ങളും പോലുള്ള പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ എല്ലാ പൗരന്മാർക്കും കൂടുതൽ സമ്പന്നമായ ഭാവി സൃഷ്ടിക്കാൻ കൗൺസിൽ ലക്ഷ്യമിടുന്നുണ്ട്. 2047ഓടെ വികസിത രാഷ്ട്രമായി മാറാനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് സർക്കാരിന്റെ വിവിധ തലങ്ങൾ തമ്മിലുള്ള ഈ സഹകരണം അനിവാര്യമാണ്. ഈ പരിവർത്തനത്തെ നയിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുന്നതിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ നിർണായക പങ്ക് തന്നെ വഹിക്കും.